ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പീഡാനുഭവ ധ്യാനത്തിന്റെ സമയങ്ങളാകുന്നുവല്ലോ ഈ ദിനങ്ങൾ. ആത്മീയവും ഭൗതികവുമായ അനവധി സംഘർഷങ്ങളുള്ള ഈ കാലഘട്ടത്തിൽ ആത്മസമർപ്പണത്തിന്റെയും ത്യജിക്കലിന്റെയും മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്നതിന്റെയും ഒരു നല്ല നാളുകൾ ആശംസിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 26-ാം അധ്യായം 3 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. ആശ്വാസത്തിന്റെയും സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും വചനമാണ് ഈ അധ്യായം അറിയപ്പെടുന്നത്. ആരാണ് സ്ഥിരമാനസൻ? സ്ഥിരമാനസന്റെ പ്രത്യേകത എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ പ്രത്യേകത അവന്റെ ആശ്രയം യഹോവയിലാണ് എന്നതാണ്. ജീവിതത്തിൽ ഏത് ഘട്ടങ്ങളിലും സ്ഥിരമാനസൻ യഹോവയിലാണ് ആശ്രയം വെക്കുന്നത്. മനുഷ്യർ മാറിപ്പോകും, എന്നാൽ മാറാത്തൊരു ദൈവം നമുക്കുണ്ട്. ആ ദൈവത്തിൽ നാം ആശ്രയിക്കണം. സ്ഥിരമാനസൻ പതറിപ്പോകുന്നവനല്ല, സദാസമയവും ദൈവവുമായി ഒരു ബന്ധം പുലർത്തുന്നവനായിരിക്കണം. അതിലൂടെ മാത്രമേ ഒരു പൂർണ്ണ സമാധാനത്തിലെത്തുവാൻ കഴിയുകയുള്ളൂ. 2 തരത്തിലുള്ള സമാധാനം നമുക്ക് കാണുവാൻ സാധിക്കും. ലോകം തരുന്ന സമാധാനവും ദൈവം തരുന്ന സമാധാനവും. ഭൗതിക സന്തോഷം നമുക്ക് സമാധാനം തരുന്നുവെങ്കിലും ഒരിക്കൽ അതില്ലാതായ നാം പ്രയാസത്തിലാകും. എന്നാൽ ദൈവം തരുന്ന സമാധാനം ശാശ്വതമാണ്. ഈ വചനം നമ്മോട് പറയുന്നത് കർത്താവിൽ ആശ്രയം വെച്ചാൽ പൂർണ്ണ സമാധാനം നമുക്ക് ലഭിക്കും. സമാധാനത്തിന് മക്കൾക്കുണ്ടാകുന്ന ഒരു നല്ല അവസാനത്തിന് നമ്മയും യോഗ്യരാക്കണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്ഥിരമാനസന്റെ രണ്ടാമത്തെ പ്രത്യേകത ദൈവത്തിൽ ആഴമായി വിശ്വസിക്കുക എന്നതാണ്. ഒരിക്കൽ മലമുകളിൽ പണിയെടുക്കുന്ന പിതാവിന് പ്രഭാത ഭക്ഷണവുമായി അമ്മ തന്റെ മകളെ പറഞ്ഞു വിട്ടു. കഷ്ടപ്പെട്ട് നടന്ന് മലയുടെ മുകളിലെത്തിയ മകൾ തന്റെ പിതാവിനോട് ചോദിച്ചു, എന്തിനാണ് ഈ വഴിയിൽ ഇത്രയേറെ കല്ലുകൾ? നിരപ്പുള്ള വഴിയായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. അത് കേട്ട പിതാവ് ഇപ്രകാരം പറഞ്ഞു, ഈ കല്ലുകളാണ് നിന്നെ ഈ ഉയരത്തിലെത്തിച്ചത്. ഈ കല്ലുകൾ അവിടെ ഇല്ലായിരുന്നെങ്കിൽ ഒരു മഴയും മണ്ണൊലിച്ച് വഴി നഷ്ടമാകുമായിരുന്നു. പടിപടിയായ കല്ലുകൾ കിടന്നിരുന്നത് കൊണ്ടാണ് ഓരോന്നും ചവിട്ടിക്കയറി ആ മകൾക്ക് ഉയരത്തിലെത്തി തന്റെ പിതാവിനെ കാണാൻ സാധിച്ചത്. ഇപ്രകാരം ജീവിതത്തിലെ ഈ കല്ലുകൾ ഇടർച്ചക്കല്ലുകളായല്ല, മറിച്ച് ചവിട്ടുപടികളായി നാം തിരിച്ചറിയണം. പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം ഇട്ടിരിക്കുന്ന ചവിട്ടുപടികളാണ്. അതിലൂടെ മാത്രമേ പിതാവിന്റെ സ്നേഹം മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. ഇതുപോലെ പ്രതിസന്ധികൾ നിറഞ്ഞ ജീവിതയാത്രയിൽ മുന്നോട്ട് നോക്കിക്കൊണ്ട് കർത്താവിന്റെ കരം പിടിച്ച് സമാധാനം നൽകുന്നവരായിരിക്കണം. നമ്മുടെ മുന്നോട്ടുള്ള ജീവിത വഴി നമ്മെക്കാളും മുന്നമേ അറിയുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് ഉത്കണ്ഠകൾക്ക് അവിടെ സ്ഥാനമില്ല. ജീവിതത്തിന്റെ കാലങ്ങൾക്കും സീസണുകൾക്കും അനുസരിച്ച് മാറുന്നവനായിട്ടല്ല, എല്ലാ അവസ്ഥയിലും ദൈവത്തിൽ ആശ്രയിച്ച് സ്ഥിരമാനസന്മാരായി പൂർണ്ണ സമാധാനത്തോടെ മറ്റുള്ളവരിലേക്കും ഈ ദൈവിക സമാധാനം കൈമാറാൻ ഈ നോമ്പുകാലം നാം ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.